ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സോളിലേക്ക് സ്വാഗതം. വീക്കെൻഡൊക്കെ ആയിട്ട് ഒരു അടിപൊളി വെബ് സീരീസ് കാണണം. ഒരുപാട് സീസൺസ് ഒന്നും നീളമില്ലാത്ത ഒരു 8-10 എപ്പിസോഡൊക്കെ ഉള്ള നമുക്കൊന്ന് ബിഞ്ച് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു സീരീസ് കാണണമെന്ന ആഗ്രഹം ഉള്ളവർക്ക് ഒരു റെക്കമെൻഡേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് പോകുന്ന വെബ് സീരീസ് ഇൻടു ദ നൈറ്റ് എന്ന ബെൽജിയൻ വെബ് സീരീസാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഇത് സ്ട്രീമിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പോളിഷ് നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വെബ് സീരീസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു വൺ ലൈനിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ, ബ്രസൽസ്, ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസ് വിമാനത്താവളം, അവിടെ എത്തുന്ന ടെറൻസിയോ എന്ന് പേരുള്ള ഒരു ഇറ്റാലിയൻ സോൾജർ, അദ്ദേഹം എത്തിയ ഉടനെ വെസ്റ്റിലേക്ക് ഫ്ലൈറ്റ് ചെയ്തുകൊണ്ടെന്ന് പറയുന്നു. അവർ ഒരു ഫ്ലൈറ്റിൻ്റെ പേര് പറയുന്നു. അതിലേക്കുള്ള ബോർഡിങ് നിർത്തിയിരിക്കുകയാണെന്ന് പറയുന്നു. അദ്ദേഹം പക്ഷേ ഒരു വഴിയെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഗണ്ണും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, സോൾജർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഫ്ലൈറ്റിൻ്റെ അകത്തെത്തുന്നു. അകത്തെത്തിയതിന് ശേഷം അദ്ദേഹം പൈലറ്റിനെ ഭീഷണിപ്പെടുത്തി ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ ആ ടൈം ആയപ്പോൾ ഏതാണ്ട് 10-25 ഒരു ഫ്ലൈറ്റിനകത്ത് ഓൾറെഡി ഉണ്ട്. അവിടെ നിന്നാണ് ഈ കഥയുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, പറന്നു ഉയർന്നതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാവുന്നത് ഒരു വലിയ കാറ്റാസ്ട്രോഫിക് ഈവൻറ്റിൽ നിന്നും ടെറൻസിയോ തങ്ങളെ രക്ഷപ്പെടുത്തുമായിരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ലോകം മുഴുക്കെ ഒരു അപ്പോകാലിപ്റ്റിക് ഈവൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു നശീകരണ സ്വഭാവമുള്ള ഒരു ഈവൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ്റെ പ്രകാശം ഏൽക്കുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാരും ജീവജാലങ്ങളും എല്ലാം മരിക്കുകയാണ്. അതാണ് ആ ഈവൻറ്റ്. അപ്പോൾ ഈ ഫ്ലൈറ്റ് കംപ്ലീറ്റ് ഫ്ലൈ ചെയ്യുന്നത് നൈറ്റ് സോണിലോട്ടാണ്. ഇരുട്ടിൽ മാത്രമേ ഈ ഫ്ലൈറ്റിന് ഫ്ലൈ ചെയ്യാൻ പറ്റൂ. കാരണം സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ളവരും ഫ്ലൈറ്റും എല്ലാം തന്നെയും നശിക്കും. അപ്പോൾ അതാണ് ഈ സീരീസിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇവർ എത്ര നേരം പോകുന്നു, എത്ര നേരം ഫ്ലൈറ്റിൽ പോകുന്നു, ഇവരുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ്, ഇവരെങ്ങനെ ഫ്യൂവൽ ചെയ്യും, അപ്പോൾ ഇവർ ഗ്രൗണ്ടിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിലെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, ഇവർ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്. ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ലൈനാണ്. പിന്നെ അതിനകത്ത് മാത്രമല്ല, ഇതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ്, ഈ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള എല്ലാ ആൾക്കാരും സത്യം പറയുന്ന അതുപോലെയുള്ള പച്ചയായ സത്യങ്ങൾ പറയുന്ന ആൾക്കാരല്ല. അവർക്കൊരു ഹിഡൻ പാസ്റ്റ് ഉണ്ട്, ഒരു ഹിഡൻ ലെയർ ഉണ്ട് ഈ ക്യാരക്ടേഴ്സിനെല്ലാം. അതൊക്കെ ഈ സീരീസിൻ്റെ പിന്നെ ഓരോ ജേർണിയിലും അത് പുറത്തു വരുന്നു. അങ്ങനെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു വെബ് സീരീസാണ് ഇൻടു ദ നൈറ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ വളരെ ആകസ്മികമായി നെറ്റ്ഫ്ലിക്സ് റെക്കമെൻഡേഷനിൽ ഇത് വരികയും ഞാൻ കാണുകയും ചെയ്തതാണ്. 2021 ഇത് സ്ട്രീമിങ്ങിന് അവൈലബിളായി വന്നു തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഒരു വീക്കെൻഡിന് നല്ലൊരു ത്രില്ലിംഗ് വെബ് സീരീസ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള പെർഫെക്റ്റ് ചോയ്സാണ് ഇൻടു ദ നൈറ്റ്. സീരീസ് കാണുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഞാൻ ഒരുപാട് സ്ട്രീമിംഗ് ഫോറങ്ങളിലൊന്നും ഈ സീരീസിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ എക്സലൻറ്റ് സീരീസാണ്. എക്സലൻറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ് സീരീസാണ്. കണ്ടു നോക്കുക, നല്ല പെർഫോമൻസാണ്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഫ്രൈഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ ആകുമ്പോൾ മറ്റൊരു വീക്കെൻഡ് റെക്കമെൻഡേഷനുമായി വരുന്നതായിരിക്കും. ബൈ.